വിച്ച് ട്രാൻസ്ഫോമർ ഡസ് നോട്ട് സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നില്ല, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സ്റ്റെപ്പ് അപ്പ് ചെയ്യാതെയും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാതെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ വേണമെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ പറയാം. സാധാരണഗതിയിൽ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഒന്നെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗൺ ആപ്ലിക്കേഷൻ ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഐസൊലേഷൻ ട്രാൻസ്ഫോമർ, നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഈക്വൽ ആയിരിക്കും. അതായത് അവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നോ പരിപാടി ഇല്ല. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ. ഇനി പവർ ട്രാൻസ്ഫോമർ, കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സമയത്ത് പവർ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ആവാം. കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ്, അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ആൻസർ എന്താണ്? പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ആണ്. 41 അടുത്ത ക്വസ്റ്റ്യൻ, ഡെസിമൽ ഇക്വാലന്റ് ഓഫ് ബൈനറി വാല്യൂ. അപ്പോൾ ഈ ബൈനറി വാല്യൂ 0101ന്റെ ഡെസിമൽ ഇക്വാലന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണമെങ്കിൽ നമ്പറിങ് കൊടുത്താൽ മതി. 1, 2, 4, 8, 16 അങ്ങനെ പോകുന്നതാണ്. അതിൽ 1ന്റെ സ്ഥാനത്ത് 1 വരുന്നുണ്ട്. ഓക്കെ, 4ന്റെ സ്ഥാനത്ത് 1 വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് 1 + 4 5 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് 2⁻²0, 2⁻1, 2⁻2, 2⁻3 ഇങ്ങനെ പറഞ്ഞു പോവാണ്. 2⁻3 × 0 ആണ്, പ്ലസ് 2⁻2 × 1 ആണ്, പ്ലസ് 2⁻1 × 0, 2⁻0 × 1. അപ്പൊ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 2⁻0 × 1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്, പ്ലസ് 1 ആണ്, പ്ലസ് 2⁻2 × 1 എന്ന് പറയുമ്പോൾ പ്ലസ് 4 ആണ്. 1 + 4 5 തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. അടുത്തത് ഡയറക്റ്റ് ചോദ്യമാണ്. SCR. ഇലക്ട്രോണിക്സ് ഒക്കെ വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് നമുക്ക് തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റിയതാണ്. SCR ഹാസ് ഡാഷ് സെമി കണ്ടക്ടർ ലേയേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. SCRന് എത്ര ലേയേഴ്സ് ഉണ്ട്? 4 ലേയേഴ്സ് ആണ് വരുന്നത്. ഓപ്ഷൻ സി ഡയറക്റ്റ് നമുക്ക് പറയാം, 4 ലേയേഴ്സ് വരുന്നുണ്ട്. റിപ്പിൾ ഫ്രീക്വൻസി ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. നമ്മൾ AC കൊടുക്കുന്ന സമയത്ത് ACയുടെ ഫ്രീക്വൻസി F ആണെങ്കിൽ നമ്മുടെ ഫുൾ വേവ് ബ്രിഡ്ജിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഒരു സൈക്കിൾ ആണെങ്കിൽ ഇതിപ്പോ എന്തായിട്ട് മാറി? 2 സൈക്കിൾ ആയിട്ട് മാറിയില്ലേ ഫുൾ വേവ് റെക്ടിഫൈഡ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 2 ടൈംസ് ഫ്രീക്വൻസി ആണ് വരുന്നത്. ഇത് ഒരു സൈക്കിൾ ആണെങ്കിൽ ഇത് 2 സൈക്കിൾ ആണ് വന്നത്. ഓക്കെ, അപ്പൊ 2 ടൈംസ് ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 44th, വിച്ച് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എബോവ് നോർമൽ സ്പീഡ് ഇൻ DC സീരീസ് മോട്ടോർ. ഇപ്പൊ DC സീരീസ് മോട്ടറിൽ നമുക്ക് എബോവ് ഫീൽഡ് ആണ്, എബോവ് സ്പീഡ്, എബോവ് നോർമൽ സ്പീഡ് ആണ്. നമ്മൾ ഒരിക്കലും ആർമേച്ചർ കൺട്രോൾ, വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യില്ല, ഷുവർ ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡും ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും നല്ലത് ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡും ശരിക്കും എന്താണ്, നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് നമ്മൾ ഏത് ഫീൽഡ് വൈൻഡിങ്ങിനാണോ ഇനീഷ്യലി കണക്ഷൻ കൊടുത്തത്, പിന്നെ അത് മാറ്റി മാറ്റി വരുന്ന സമയത്ത് നമുക്ക് എന്താവുന്നുണ്ട്? സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. ഇനി ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്തായിട്ട് വരുന്നുണ്ട്? ഇതിന്റെ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് എബോവ് നോർമൽ സ്പീഡ് ആയിട്ടാണ് വരുന്നത്. കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് ആണ്. ഓക്കെ, ഇത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിച്ച് വൺ ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്? യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡും നോറും ആണ്. കാരണം അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ഗേറ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ ടൈപ്പ് ഗേറ്റും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെ നമുക്ക് എന്താണ്? യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ വരുന്നതിൽ നമുക്ക് ആൻസർ ഏതാണ് വരുന്നത്? നോർ ഗേറ്റ് ആണ് വരുന്നത്. നാൻഡ് ഗേറ്റ് ഇതിൽ തന്നിട്ടില്ല. ആൻഡ് ആണുള്ളത്, കൺഫ്യൂഷൻ ആവരുത്. നോട്ട് ആണുള്ളത്, അതും കൺഫ്യൂഷൻ ആവരുത്. നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്. ഇപ്പൊ ഇവിടെ തന്നത് നോർ ഗേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വീണ്ടും ഇലക്ട്രോണിക്സിലേക്കാണ് പോകുന്നത്. A UJT contains dash PN junctions. പേര് മാത്രം പഠിച്ചാൽ മതി. UJTന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ യൂണി ജംഗ്ഷൻ ഒരൊറ്റ ജംഗ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ 1. പേര് തന്നെ ഉണ്ട് ആൻസർ. ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ DC മോട്ടോർ. DC മോട്ടോർ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഗർ ആണ്. മെഗർ എന്ന് പറഞ്ഞാൽ മെഗാ ഓം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ DC മോട്ടോർ ഈസ് മെഷേർഡ് ഇൻ മെഗാ ഓംസ് ആണ് വരുന്നത്. ഓക്കെ, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ സ്വിച്ചസ് ആർ കണക്റ്റഡ് ഇൻ ലൈവ് വയർ ഓർ നോട്ട്? കണ്ടിന്യൂറ്റി ടെസ്റ്റ് എഴുതാനുള്ള ചാൻസ് ഉണ്ട് അധികം ആൾക്കാരും. കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഏത് പാത്തിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ 2 വയറിന്റെ എൻഡ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടിന്യൂറ്റി ടെസ്റ്റ്. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ടച്ച് ചെയ്യുന്നത്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എവിടെയൊക്കെ
ഇത് ഒരു പാത്തിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഗ്രൗണ്ട് ടെസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പൊളാരിറ്റി ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, പൊളാരിറ്റി ടെസ്റ്റ് ആണ് വരുന്നത്. 49. Which electrical accessories is used for taking supply from a lamp holder? ലാമ്പ് ഹോൾഡറിന് നമ്മൾ സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് വെക്കുന്നുണ്ട്? ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് കണക്ഷൻ എടുക്കുന്നത്. ഓക്കെ, ലാമ്പ് അഡാപ്റ്റർ യൂസ് ചെയ്യും. സീലിംഗ് റോസ് എന്ന് പറയുന്നത് നമ്മൾ ട്യൂബും കാര്യങ്ങളും അല്ലെങ്കിൽ ഫാന് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സീലിംഗ് റോസ്. 3 പിൻ പ്ലഗ് ടോപ്പും 2 പിൻ പ്ലഗ് ടോപ്പും നമ്മൾ സോക്കറ്റിലേക്ക് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അഡാപ്റ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഡിജിറ്റൽ ആണ്. an example of inverter ഗാറ്റീസ്. ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ 1 ആണ് വരുന്നെങ്കിൽ അത് 0 ആക്കുക, 0 ആണ് വരുന്നെങ്കിൽ അത് 1 ആക്കുക. അങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻവേർട്ടർ എന്ന് പറയുന്നത് അതേതാണ്? നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആണ് അങ്ങനെ വരുന്നത്. ഒരൊറ്റ ഇൻപുട്ട് മതി, ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്. ഓക്കെ, മെക്കാനിക്കൽ കടന്നു വരികയാണ്. മെക്കാനിക്കൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇലക്ട്രിക്കൽ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇലക്ട്രിക്കലില് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ? ഡയറക്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ, അലൂമിനിയം, സിൽവർ ഇത് മൂന്നും കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പോളി വിനൈൽ ക്ലോറൈഡ്, PVC എന്ന് പറയുന്നത് നല്ലൊരു കണ്ടക്ടറാണ്. പോളി വിനൈൽ ക്ലോറൈഡ് നമ്മളിപ്പോ വയറിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നതാണ് PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അപ്പോൾ PVC നല്ലൊരു ഇൻസുലേറ്റർ ആണ്. വിച്ച് ഈസ് എ ഗുഡ് കണ്ടക്ടർ? വീണ്ടും ചോദിക്കുകയാണ് ഗുഡ് കണ്ടക്ടർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഗുഡ് കണ്ടക്ടർ എന്ന് ചോദിക്കുന്ന സമയത്ത് അയൺ കണ്ടക്ട് ചെയ്യും, സ്റ്റീൽ കണ്ടക്ട് ചെയ്യും, അലൂമിനിയം കണ്ടക്ട് ചെയ്യും, സിൽവർ കണ്ടക്ട് ചെയ്യും. പക്ഷെ നല്ലോണം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സിൽവർ ആണ്. ഏറ്റവും കൂടുതൽ കണ്ടക്ഷൻ വരുന്നത് സിൽവർ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോപ്പർ ആണ് വരുന്നത്, പിന്നെ ഗോൾഡ്, അത് കഴിഞ്ഞിട്ടാണ് അലൂമിനിയം വരുന്നത്. ഓക്കെ, അലൂമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 2.8 × 10⁻⁻8 ഓമീറ്റർ ആണ് വരുന്നത്. അതേസമയം സിൽവർ ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റി കുറവാണ്, 1.6 × 10⁻⁸ ഓമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഗുഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഏതാണ്? സിൽവർ ആണ്. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്? എല്ലാവർക്കും അറിയുന്ന ഒരു ലോ ആണ്. ദ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. വോൾട്ടേജും കറന്റും തമ്മിലുള്ള റെപ്രസെന്റേഷൻ, അതിൽ നിന്നും റെസിസ്റ്റൻസ് വരുന്ന കാര്യം ഏത് ലോ ആണ്? ഓംസ് ലോ ആണ് വരുന്നത്. V പ്രൊപ്പോർഷണൽ ടു I, V is equal to IR, അല്ലെങ്കിൽ I is equal to V/R, R is equal to V/I എന്ന് പറഞ്ഞിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് ദ മെറ്റീരിയൽ? ബാറ്ററിയിലേക്കാണ് പോകുന്നത്. വാട്ട് ഈസ് ദ മെറ്റീരിയൽ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ് ഇൻ ദ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിന്റെ നെഗറ്റീവ് പ്ലേറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിക്ക് പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, ലെഡ് പെറോക്സൈഡ് ആണ്, അത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് തെറ്റിക്കരുത്. നെഗറ്റീവ് പ്ലേറ്റ് ഏതാണ്? സ്പോഞ്ചി ലെഡ് ആണ് വരുന്നത്. ഫുള്ളി ചാർജ്ഡ് കണ്ടീഷനിലാണെങ്കിൽ സ്ലേറ്റ് ഗ്രേ കളറിൽ കാണുന്ന പ്ലേറ്റ് ആണ് സ്പോഞ്ചി ലെഡ്. ഓക്കെ, ആന്റിമണി ലെഡ് അലോയിന്റെ ഒരു ഗ്രിഡ് ഇതിന്റെ രണ്ടിന്റെയും മുകളിലൂടെ ഉണ്ട്. ഒരിക്കലും നെഗറ്റീവ് പ്ലേറ്റിന്റെ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയരുത്. ഓക്കെ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് പ്രൊഹിബിറ്റഡ് ടു കണക്ട് വിത്ത് ലൈവ് വയർ? ലൈവ് വയറുമായിട്ട് കണക്ഷൻ ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. അമ്മീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സീരീസ് ആയിട്ട് സർക്യൂട്ടിന് സീരീസ് ആയിട്ട് വെക്കും. കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ലൈവ് വയറുമായിട്ട് കോൺടാക്ട് ഉണ്ട്. വോൾട്ട് ലോഡിന്റെ അക്രോസ് വരുന്നതാണ്, കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, എന്നാലേ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. വാട്ട് മീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മീറ്റർ ആയിട്ടുള്ള ഓം മീറ്റർ ആണ് നമ്മൾ എന്താക്കാത്തത്? അതിന്റെ ലൈവ് വയറുമായിട്ട് കണക്ഷൻ വേണ്ടാത്തത്. കാരണം ഓം മീറ്ററിൽ അതിന്റെ ഇന്റേണലി നമ്മളൊരു സപ്ലൈ, ഒരു ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സപ്ലൈ വെച്ചിട്ട് അത് എന്താക്കിക്കോളും? നമ്മുടെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തോളും. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വിച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ആംബിയർ, വോൾട്ട് ആൻഡ് റെസിസ്റ്റൻസ്? കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസും മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഒരുമിച്ച് മെഷർ ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെന്റ്. വാട്ട് മീറ്റർ പവർ മാത്രമാണ്, എനർജി മീറ്റർ എനർജി മാത്രമാണ്, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത്, കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാം. മൾട്ടിമീറ്റർ ആണ് നമ്മുടെ ഏറ്റവും നല്ല ആൻസർ. നിങ്ങൾ മൾട്ടിമീറ്റർ എടുത്ത് നോക്കുന്ന സമയത്ത് ആംബിയർ, വോൾട്ട്, റെസിസ്റ്റൻസ് മൂന്നും കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റിയത് ഏതാണ്? മൾട്ടിമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്താക്കാം? ഇത് പല രീതിയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാം, പക്ഷെ അതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണം. മൾട്ടിമീറ്റർ ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഇതിന്റെയൊക്കെ യൂണിറ്റ് എന്താണ് വരുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ ആണെങ്കിൽ വോൾട്ട് ആണ് വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വോൾട്ട് ആണ്. വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ്, ആംബിയർ കറണ്ട്, ഓം റെസിസ്റ്റൻസ്. ഓക്കെ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രീ മെയിൻ്റനൻസ് സീൽഡ് ബാറ്ററി? ഫ്രീ മെയിൻ്റനൻസ് ആൻഡ് സീൽഡ് ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക
അവസാനം കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ കളയാം. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ വെള്ളം നിറച്ചു കൊടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതിന്റെ ഗ്യാസ് പോകുന്ന സംഭവങ്ങളോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ, നോ നീഡ് ഫോർ ചെക്ക് ആൻഡ് ടോപ്പ് അപ്പ് ഡിസ്റ്റിൽ വാട്ടർ. വെള്ളം നിറച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ എന്താണ്? മെയിൻ്റനൻസ് ഫ്രീ അല്ലേ? അപ്പോൾ ആൻസർ നോ നീഡ് ഫോർ ചെക്ക് ആൻഡ് ടോപ്പ് അപ്പ് ഡിസ്റ്റിൽ വാട്ടർ. നോ നീഡ് ഫോർ റീചാർജിങ് ദ ബാറ്ററി. റീചാർജ് ചെയ്യണം, റീചാർജ്. നോ ചാൻസ് ഓഫ് സൾഫേഷൻ ഓഫ് ബാറ്ററി. ഓവർ ഡിസ്ചാർജോ അല്ലെങ്കിൽ ഓവർ ചാർജോ ചെയ്തിട്ടുണ്ടെങ്കിൽ സൾഫേഷൻ ഉണ്ടാവും. നോ നീഡ് ഓഫ് ഡിസ്കണക്ട് ദ ടെർമിനൽസ് ടു റിമൂവ് ബാറ്ററി. ഡിസ്കണക്ട് ചെയ്യാതെ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ആൻസർ ഏത് തന്നെയാണ്? ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. 69, വിച്ച് ഈസ് എ ടെമ്പറേച്ചർ സെൻസിറ്റീവ് റെസിസ്റ്റർ. ടെമ്പറേച്ചർ റെസിസ്റ്റർ, തെർമിസ്റ്റർ ആണ് ആൻസർ വരുന്നത്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റർ അല്ല, അതൊരു സെമി കണ്ടക്റ്റീവ് ഡിവൈസ് ആണ്. തൈറസ്റ്ററും സെമി കണ്ടക്റ്റീവ് ആണ്, ഡയോഡും സെമി കണ്ടക്റ്റീവ് ആണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നതും തൈറസ്റ്റർ എന്ന് പറയുന്നതും ഡയോഡും എന്താണ്? സെമി കണ്ടക്റ്റീവ് ആണ്. തെർമിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ സെൻസിറ്റീവ് റെസിസ്റ്റർ ആണ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. NTC മെറ്റീരിയൽ ആണ്. ഓക്കെ, അടുത്തത് വിച്ച് സർക്യൂട്ട് ദ ബെല്ലാസ്റ്റ് റെസിസ്റ്റർ ഈസ് യൂസ്ഡ്. ബെല്ലാസ്റ്റ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാഷർ സർക്യൂട്ട് ആണ് വരുന്നത്. ഓൺ സർക്യൂട്ട്, അത് വേണമെങ്കിൽ ഓട്ടോമൊബൈൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓട്ടോമൊബൈൽസ് ആണ്. ഓക്കെ, ഞാൻ മെക്കാനിക്കലിലേക്ക് കടക്കുന്നില്ല, ഇലക്ട്രിക്കലിലേക്ക് പാസ് ചെയ്യാണ്. ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻ ജെറ്റ് പമ്പ്സ്, പ്രഷർ, ക്രൗണിങ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഇൻഡക്ഷൻ മോട്ടർ. ഇൻഡക്ഷൻ മോട്ടർ ഇലക്ട്രിക്കൽ ടോപ്പിക് ആണ്. ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ ട്രൂ അല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ കാര്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. റോട്ടോർ ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടർ കൻ നോട്ട് റൺ അറ്റ് സിങ്ക്രണസ് സ്പീഡ്. ശരിയല്ലേ? അപ്പൊ ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നില്ല. സിങ്ക്രണസ് സ്പീഡിൽ ഒരിക്കലും കറങ്ങുന്നില്ല. മോട്ടോർ RPM ഇൻക്രീസസ് വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സപ്ലൈ. അപ്പോൾ മോട്ടോറിന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ മോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രൊപ്പോർഷൻ ആണ്? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷൻ ആണ് അല്ലെ? N is equal to NS into 1 minus S ആണ് ഇൻഡക്ഷൻ മോട്ടർ. NS എന്ന് പറയുന്നത് 120 F/P into 1 minus S. അപ്പൊ F കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് കൂടും? മോട്ടറിന്റെ സ്പീഡും കൂടും. ലോ റോട്ടോർ റെസിസ്റ്റൻസ് മീൻസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഓക്കെ, ഇത് അറിയില്ല എന്ന് വിചാരിക്കാം, ബാക്കിയുള്ളതും കൂടി നോക്കാം. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടോർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ എനി ടു സ്വാപ്പിംഗ് ഫേസ് ലീഡ്. ഫേസ് ലീഡ് ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്ന മോട്ടർ എന്ന് പറയുന്നത് പിന്നെ എങ്ങോട്ടേക്ക് കറങ്ങും? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതും എന്താണ്? ശരിയാണ്. തെറ്റായിട്ട് വരുന്നത് എന്തായാലും അപ്പൊ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. നമ്മളോട് ചോദിക്കുകയാണ് ലോ റോട്ടോർ റെസിസ്റ്റൻസ് മീൻസ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. തെറ്റാണ്. ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം? ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടണമെങ്കിൽ ഹൈ റോട്ടോർ റെസിസ്റ്റൻസ് തന്നെ വേണം. സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ഇനീഷ്യലി ഹൈ റെസിസ്റ്റൻസിൽ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ടോർക്കിന്റെ ഇക്വേഷൻ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു KC2 സ്ക്വയർ SC2 സ്ക്വയർ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ പ്ലസ് SX2 ഹോൾ സ്ക്വയർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ സ്ലിപ്പ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, 1 ആയിരിക്കും ഇനീഷ്യലി വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് SX2ന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ നെഗ്ലക്ട് ചെയ്താൽ മതി. R2ന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം കടലിലേക്ക് വെള്ളം കൊടുക്കുന്ന പോലെയാണ് അവസ്ഥ. ചെറിയ വെള്ളമാണ് ഇത് കടലാണ്. ഓക്കെ, അപ്പൊ SX2ന്റെ എഫക്റ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പൊ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് R2 ആണ് വരുന്നത്. ബാക്കിയുള്ളത് മൊത്തം നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു എന്താണ്? R2 ആണ് വരുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ലോ റോട്ടോർ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ടോർക്ക് ഹൈ ആവും എന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? തെറ്റാണ്. നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി. നോട്ട് ട്രൂ. തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബട്ടർഫ്ലൈ വാൾവ്. ഓക്കെ, മെക്കാനിക്കലിലേക്ക് കടക്കുന്നില്ല. ഇലക്ട്രിക്കൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിങ് എ സ്ക്വിറൽ കേജ് മോട്ടോർ. സ്ക്വിറൽ കേജ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഇമ്പോർട്ടന്റ് ആണ്. DOL സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഇതൊക്കെ എന്ത് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഇവിടെ ഇല്ലേ? ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വന്നതുകൊണ്ട് എന്തായാലും ഓൾ ഓഫ് ദീസ് ആയിരിക്കും വരുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇവിടെ പറയുന്നുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒരു മോട്ടർ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇനീഷ്യലി ഒരു 60% നമ്മൾ എന്താക്കാണ്? ഇതിന്റെ വോൾട്ടേജ് കുറച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്തും പറയാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും പറയാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് അബൌട്ട് DOL സ്റ്റാർട്ടർ. DOL സ്റ്റാർട്ടറിൽ തെറ്റായിട്ട് വരുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം.
നോ വോൾട്ട് കോയിൽ ഡിസ്കണക്ട് സപ്ലൈ ടു ദ മോട്ടോർ വെൻ ദ സപ്ലൈ വോൾട്ടേജ് ഈസ് ലോവർ. ശരിയാണ്. ഓക്കെ, തെറ്റല്ല. എ തെർമൽ ഓവർലോഡ് റിലേ ഈസ് പ്രൊവൈഡഡ് ടു പ്രൊട്ടക്ട് ദ മോട്ടോർ. മോട്ടോറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? തെർമൽ ഓവർലോഡ് റിലേ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ബാക്കപ്പ് ഫ്യൂസ്. അതെന്താണ്? തെറ്റാണ്. വിത്തൗട്ട് ബാക്കപ്പ് ഫ്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ക്യാൻ ബി യൂസ്ഡ് വിത്ത് ബാക്കപ്പ് ഫ്യൂസ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഡ്യൂ ടു ഹെവി സ്റ്റാർട്ടിംഗ് കറണ്ട് ദെയർ യൂസേജ് ഈസ് ലിമിറ്റഡ് ബിയോണ്ട് എ സർട്ടൈൻ മോട്ടോർ കപ്പാസിറ്റി. അതുമല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ELCB MCB സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ ELCB MCB സർക്യൂട്ട് ബ്രേക്കർ? നമ്മൾ ELCB എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എർത്ത് ലീക്കേജിനാണ്. അത് ഓവർ കറണ്ടിനും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ടിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. MCB ഓവർ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ കട്ട് ഓഫ് ഫാക്ടർ ഓഫ് എ ഫ്യൂസ്? സാധാരണ ഫ്യൂസിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഫ്യൂസിംഗ് ഫാക്ടർ പറയാറുണ്ട്, ബ്രേക്കിംഗ് കപ്പാസിറ്റി പറയാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. കട്ട് ഓഫ് ടൈം ആണ് പറയാറുള്ളത്, കട്ട് ഓഫ് ഫാക്ടർ പറയാറില്ല. കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം ടേക്കൺ ബൈ എ ഫ്യൂസ് ടു ഇന്ററപ്റ്റ് ദ സർക്യൂട്ട് ഇൻ ദ ഇവന്റ് ഓഫ് എ ഫോൾട്ട്. ഇവർ ഉദ്ദേശിച്ചത് ഇതാണ്, കട്ട് ഓഫ് ടൈം ആണ്, കട്ട് ഓഫ് ഫാക്ടർ ആണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇത് എന്താക്കാം? ചാലഞ്ച് ചെയ്യും. കട്ട് ഓഫ് ടൈം, കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ല. ഫാക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് നമ്മൾ പറയാ? റേഷ്യോ ആണ് പറയാം. ഇവിടെ എന്താണ്? ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. കട്ട് ഓഫ് ടൈം ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, DEC ആണ്. ടു വാട്ട് ലിമിറ്റ് ഓഫ് കറണ്ട് ബിയോണ്ട് വിച്ച് റീവയറബിൾ ഫ്യൂസ് ആർ നോട്ട് യൂഷ്വലി പ്രിഫേർഡ്. അപ്പൊ റീവയറബിൾ ഫ്യൂസ് നമ്മൾ എവിടം വരെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻസർ ഡയറക്റ്റ് പറയാം, 200 ആംസ് ആണ് വരുന്നത്. 200 ആംസ് വരെയാണ് യൂസ് ചെയ്യുന്നത്. 1250 ആംസ് എന്ന് പറയുന്ന HRC ഫ്യൂസ് യൂസ് ചെയ്യുന്ന ലിമിറ്റ് ആണ്. അതുവരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹൈ റപ്ചറിങ് കപ്പാസിറ്റി കാറ്ററിഡ്ജ് ഫ്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. 1250 ആംസ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് വെൻ ദ കറണ്ട് ഫോൾസ് ബിലോ എ പ്രീ ഡിറ്റർമിൻഡ് വാല്യൂ? പ്രീ ഡിറ്റർമിൻഡ് വാല്യൂവിന്റെ താഴോട്ടേക്ക് കറണ്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ കറണ്ട് റിലേ. കറണ്ട് കുറയാണ്, അണ്ടർ കറണ്ട് റിലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഓഫ് മോട്ടോർ റണ്ണിങ് ഹോട്ട്? മോട്ടോർ ചൂടാവാതെ റൺ ചെയ്യുന്നത്, അല്ല, മോട്ടോർ ചൂടായിട്ട് റൺ ചെയ്യുന്ന റീസൺ ഏതല്ല എന്നാണ് ചോദിക്കുന്നത്. ഓപ്പൺ സർക്യൂട്ട് വൈൻഡിങ് ആവുന്ന സമയത്ത് എന്താവും? ബാക്കി രണ്ട് വൈൻഡിങ്ങിൽ ഹൈ ഹൈ കറണ്ട് പാസ് ചെയ്യും, അതെന്താവും? ഹോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഷോർട്ട് സർക്യൂട്ടഡ് കപ്പാസിറ്റർ ആവുന്ന സമയത്ത് ഇപ്പൊ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലൂടെയും റണ്ണിങ് വൈൻഡിങ്ങിലൂടെയും കറണ്ട് പാസ് ചെയ്യും, പവർ ഫാക്ടർ കുറയും, കൂടുതൽ കറണ്ട് വലിക്കും, മോട്ടോർ റണ്ണിങ് ഹോട്ടാണ്. ഡിഫക്റ്റീവ് കപ്പാസിറ്റർ ആവുന്ന സമയത്തും സെയിം എഫക്റ്റ് ആണ്. ബ്ലോൺ ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആവുന്നത് മോട്ടോർ ചൂടാവില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ബ്ലോൺ ഫ്യൂസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇലക്ട്രിക്കലിനെ ഡിസ്കസ് ചെയ്യാനുള്ളത്. 92ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ടെമ്പറേച്ചർ സെൻസർ? ടെമ്പറേച്ചർ സെൻസറിൽ ട്രൂ ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ടെമ്പറേച്ചർ സെൻസർ എന്ന് പറയുന്നത് എന്താണ്? തെർമിസ്റ്റർ എക്സാമ്പിൾ ആണ്. ടെമ്പറേച്ചർ സെൻസർ ആണ് തെർമിസ്റ്റർ എന്താണ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയും. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. തെറ്റാണ്, അത് PTC ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രിക്കൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ചിട്ട് നോക്കുന്ന സമയത്ത് മെക്കാനിക്കലിൽ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്, ഈവൻ ഇലക്ട്രിക്കലും തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ ആണെങ്കിലും കൺഫ്യൂഷൻസ് കുറച്ച് വരുന്ന ഭാഗങ്ങളുണ്ട്. അത് കാരണം നെഗറ്റീവ് മാർക്കിംഗ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലാർക്ക് ഒരു 50, ഇലക്ട്രിക്കൽ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. 50 എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെഗറ്റീവ് മാർക്കും കൂടി നോക്കുന്ന സമയത്ത് ഇലക്ട്രിക്കലിന്റെ മാർക്ക് എന്ന് പറയുന്നത് വേണമെങ്കിൽ 45 നമുക്ക് പറയാൻ പറ്റും, 45. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഈ എക്സാം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ എഴുതുന്നുണ്ട്. ITക്കാർ മാത്രമല്ല, ഡിപ്ലോമക്കാരും ബിടെക്കാരും ഒക്കെ എഴുതുന്നുണ്ട്. അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറച്ചും കൂടി കൂടുതലാണ്. ഓക്കെ, താങ്ക് യു.